സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കൃപാസനം പത്രത്തിലെ ഉടമ്പടി പ്രാർത്ഥന ഉടനടി ദൈവാനുഭവം എന്ന സാക്ഷ്യഫലകമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മാതാവിലൂടെ അനേകർക്ക് ലഭിച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുകയും ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കാനുള്ള ഒരു കൃപ ലഭിക്കുകയും ചെയ്യും. ആദ്യത്തെ സാക്ഷ്യം ആൻസൺ ജോസ് കുടല്ലൂർ പാലയുടേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പ്രേക്ഷിത വേല ചെയ്ത ഒരു പാലക്കാരൻ്റെ വിസ്മയിപ്പിക്കുന്ന ഉടമ്പടി സാക്ഷ്യം എന്നാണ്. ഞാൻ UK പോകുന്നതിനുള്ള പേപ്പർ വർക്കുകൾ ആരംഭിച്ചപ്പോൾ എൻ്റെ SSLC ബുക്കിലെ ജനന തീയതിയും ബർത്ത് സർട്ടിഫിക്കറ്റിലെ ജനന തീയതിയും തമ്മിൽ ഒരു വർഷത്തെ വ്യത്യാസം ഉണ്ടായിരുന്നതിനാൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പല വിധത്തിലും ശ്രമിച്ചെങ്കിലും അത് ശരിയായി വരാൻ 3 മാസം എടുക്കും എന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ചെയ്ത് ഉടമ്പടി കാശ് രൂപവുമായി സർട്ടിഫിക്കറ്റൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ആളിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പ്രതീക്ഷയൊന്നും വേണ്ട, 3 മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞുവെങ്കിലും 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് ശരിയായി കിട്ടുകയും 10 ദിവസം കൊണ്ട് UK വിസ അടിച്ചു കിട്ടുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി എന്നാണ് ആ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്. വിദേശത്ത് ജോലിക്ക് പോകുവാൻ ശ്രമിക്കുന്ന അനേകം ദൈവമക്കൾ നമ്മുടെ ഇടയിലുണ്ട്. പലവിധ കാരണങ്ങളാൽ ആ ജോലിക്ക് തടസ്സങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയിൽ ഈ സാക്ഷ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വിദേശത്ത് ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ പേപ്പർ വർക്കുകളെല്ലാം കൃത്യമായ രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ വിസ റിജക്ഷൻ വരും. മാത്രമല്ല, നമ്മുടെ ജോലിയിൽ തടസ്സങ്ങൾ പലപ്പോഴും നേരിടുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. ഈ അവസ്ഥയിൽ കൃപാസനം മാതാവിലൂടെ ഉടമ്പടി എടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായി ഈ മകന് ലഭിച്ച വിസ്മയിപ്പിക്കുന്ന ഉടമ്പടി സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. മറ്റൊരു സാക്ഷ്യം LC മുണ്ടക്കൽ കൊല്ലത്തിൻ്റെതാണ്. 10 വർഷമായി ബ്ലീഡിങ് ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത് എന്ന ഹെഡിങ്ങോട് കൂടി. എനിക്ക് 10 വർഷമായി ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് വന്നാൽ മാസങ്ങളോളം നിൽക്കും. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, പച്ചമരുന്നുകൾ ഒക്കെ കഴിച്ചെങ്കിലും ഫലമില്ലായിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഒരടി പോലും നടക്കാൻ പറ്റാത്ത ഡിപ്രഷനും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയും രോഗവും ദാരിദ്ര്യവും പട്ടിണിയും മൂലം ആകെ വലിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയോട് ഒന്ന് കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ഭർത്താവ് എന്നെ കൃപാസനത്തിൽ കൊണ്ടുവരികയും ഉടമ്പടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി രോഗസൗഖ്യം ലഭിച്ചു. എനിക്ക് നല്ല ഉറക്കം ലഭിച്ചു എന്നുള്ള മഹത്തായ ഒരു സാക്ഷ്യമാണ് LC മുണ്ടക്കലിൻ്റേത്. മറ്റൊരു സാക്ഷ്യം മേരി ഗ്രേസ് ചെത്തി ആലപ്പുഴയുടേതാണ്. 6.5 മാസത്തിൽ കുഞ്ഞ് നഷ്ടമാകുമെന്ന അവസ്ഥയിൽ ഉടമ്പടി എടുത്തു. പിന്നെ സംഭവിച്ചത് എന്നാണ് ഹെഡിങ്. ഞാൻ ഗർഭിണിയായി 6.5 മാസം ആയപ്പോൾ എനിക്ക് വയർവേദന മൂലം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുഞ്ഞ് 1 കിലോ പോലും ഇല്ലെന്നും അബോർഷൻ ചെയ്യണമെന്നും പറഞ്ഞു സൈൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ എൻ്റെ അമ്മ നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്നും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിന് നല്ലതുപോലെ നിനക്ക് കിട്ടും എന്നും മെഡിക്കൽ കോളേജിൽ പോകാമെന്നും പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ നമുക്കൊരു മരുന്ന് വെച്ച് നോക്കാം, ചിലപ്പോൾ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. 1.5 ആഴ്ചയ്ക്ക് ശേഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ നീ ആരോഗ്യവും തൂക്കവുമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പം കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്ന സാക്ഷ്യമാണ് മേരി വർഗീസ് ഗ്രേസി ആലപ്പുഴയുടേത്. മറ്റൊരു സാക്ഷ്യം ജോയ് KP കല്ലുങ്കൽ വീട് വേലിയമ്പം പുൽപ്പള്ളി വയനാടിൻ്റെതാണ്. 40 വർഷമായി ഫോറസ്റ്റ് കേസിലിരിക്കുന്ന സ്ഥലം ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത്. എൻ്റെ മകന് 29 വയസ്സായിട്ടും ഒരു വിവാഹാലോചന വരുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 മാസത്തിനുള്ളിൽ വിവാഹം നടന്നു. കൂടാതെ ഞങ്ങൾക്ക് പാലക്കാടുള്ള സ്ഥലത്തിന്
40 വർഷമായി ഫോറസ്റ്റ് കേസ് ഉണ്ടായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് വെഞ്ചിരിച്ച ഉപ്പ് ആ സ്ഥലത്തിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി കേസ് തീർന്ന് സ്ഥലം വിട്ടുകിട്ടുകയും ഞങ്ങൾ ഒരു വലിയ കാർ അപകടത്തിൽ നിന്ന് പരിസ്ഥിതി സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ള വലിയൊരു കൃപയുടെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. 40 വർഷമായി ഫോറസ്റ്റ് കേസിലിരിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ കേസ് തീർന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ അവസ്ഥയാണ്. ഗവൺമെൻറ് കേസുകളെല്ലാം തന്നെ യാതൊരു പരിഹാരം കൂടാതെ അങ്ങനെ നീണ്ടുപോവുകയാണ് പതിവ്. അതുകൊണ്ടാണ് ഈ മകന് 40 വർഷമായിട്ട് ആ കേസ് തീരാതിരുന്നത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആ ഉപ്പ് ആ സ്ഥലത്ത് വിശ്വാസപൂർവ്വം ചെന്ന് വിതറുകയും ചെയ്തതിൻ്റെ ഫലമായി ഗവൺമെൻറ് കേസ് ഒത്തുതീർപ്പാവുകയാണ്. പരിശുദ്ധ അമ്മ യേശുവിലൂടെ പ്രവർത്തിച്ച ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ മകൻ്റേത് എന്ന് പറയാതെ വയ്യ. അതുപോലെ വലിയൊരു കാറപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ച മഹത്തായ അത്യുജ്വലമായ വിശ്വസിക്കാനാവാത്ത ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. കൃപാസനം സാക്ഷ്യങ്ങളുടെ പെരുമഴയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ മക്കൾക്കും ദൈവനാമത്തിൽ മാത്രമുണ്ടായിരിക്കട്ടെ. ആമേൻ.